ദൈവനാമത്തിൽ വന്ദനം. വീട്ടിലൊരു ബൈബിൾ സ്കൂൾ എന്ന പേരിൽ ഞാൻ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നതായ സിഡികളിൽ 5-ാമത്തേതാണിത്. അടിസ്ഥാന വേദോപദേശം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു 1-ാമത്തെ സിഡി. കൾട്ടുകളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് 2-ാമത്തെ സിഡിയിൽ ഉണ്ടായിരുന്നത്. ആത്മലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 3-ാമത്തെ സിഡിയിൽ നാം പഠിച്ചു കഴിഞ്ഞു. ക്രൈസ്തവ സഭകളിൽ നിലനിൽക്കുന്ന പ്രധാന ദുരുപദേശങ്ങളെക്കുറിച്ചായിരുന്നു 4-ാമത്തെ സിഡിയിൽ നാം പഠിച്ചത്. 5-ാമത്തെ സിഡിയിൽ ലോക മതങ്ങളെക്കുറിച്ച് നാം പഠിക്കുന്നതാണ്. ഹിന്ദുമതം, ഇസ്ലാം മതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, പാർസി മതം തുടങ്ങിയവയെക്കുറിച്ചൊക്കെയാണ് ഇവിടെ നാം പഠിക്കുവാൻ പോകുന്നത്. പലർക്കും ഒരു സംശയം തോന്നും, എന്തിനാണ് നാം അന്യമതങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്? നമ്മുടെ കാര്യം മാത്രം അറിഞ്ഞാൽ പോരെയോ? ബൈബിൾ മാത്രം പഠിച്ചാൽ പോരെയോ? വെറുതെ അന്യമതങ്ങളെക്കുറിച്ച് പഠിച്ച് സമയം പാഴാക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ സംശയമുണ്ടാകാം. തീർച്ചയായും നാം അന്യമതങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നത് എന്നറിയാതെ നാം എങ്ങനെയാണ് അവരോട് സുവിശേഷം അറിയിക്കുക? മറ്റു മതങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നതെന്നറിയാതെ കിണറ്റിലെ തവളയെപ്പോലെ നാം കഴിഞ്ഞുകൂടിയാൽ നമുക്ക് ഫലപ്രദമായി സുവിശേഷ വേല ചെയ്യുവാൻ കഴിയുന്നതല്ല. മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങൾ, നാം സുവിശേഷം അറിയിക്കുന്ന വ്യക്തികളുടെ വിശ്വാസാചാരങ്ങൾ, അതൊക്കെ അറിഞ്ഞാൽ സുവിശേഷം പറയാൻ വളരെ എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന്, ഹിന്ദുവിനോട് സംസാരിക്കുമ്പോൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. കാരണം ഹിന്ദുക്കളുടെ ദൈവങ്ങൾക്ക് ഭാര്യയും മക്കളും ഒക്കെയുണ്ട്. എന്നാൽ മുസ്ലിമിനോടാണ് സുവിശേഷം പറയുന്നത് എങ്കിൽ ദൈവപുത്രൻ എന്ന വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഉടൻ ദൈവത്തിന് ഭാര്യയും മക്കളുമുണ്ടോ എന്നവർ ചോദിക്കും. കാരണം മുസ്ലിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ദൈവം ഏകനാണ്, അള്ളാഹ് ഏകനാണ്, ഒന്നിലധികമാകാൻ കഴിയാത്തവനാണ്, അള്ളാഹിക്ക് മക്കളില്ല. അതുകൊണ്ട് ദൈവപുത്രൻ എന്ന വാക്ക് അവർക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ ഹിന്ദുവിനോട് പറയുമ്പോൾ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം. കാരണം 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് സാധാരണ ഹിന്ദുക്കളൊക്കെയും. എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ എന്ന് മുസ്ലിമിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവർ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ദൈവം ഒരു ത്രിത്വമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അംഗീകരിച്ചു തരികയില്ല. കാരണം അള്ളാഹ് ഒന്നിൽ അധികമാകാൻ കഴിയാത്തവനാണ്. എന്നാൽ ഹിന്ദുവിനോട് പറയുമ്പോൾ ദൈവം ഒരു ത്രിത്വമാണ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് കൂടാതെ അത് അവർ അംഗീകരിച്ചെന്ന് വരാം. കാരണം ഹിന്ദുക്കൾ ഒരു ത്രിമൂർത്തി സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ 3 മൂർത്തികളുണ്ട് എന്നവർ വിശ്വസിക്കുന്നവരാണ്. വാസ്തവത്തിൽ ഹിന്ദുമതത്തിലെ ത്രിമൂർത്തി സങ്കല്പവും ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നതായ ത്രിത്വവും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല. എങ്കിലും ത്രിത്വം എന്ന വാക്ക് ഹിന്ദു അംഗീകരിക്കും. കാരണം ഏതാണ്ട് അതിനോട് സാമ്യമുള്ളതായ ഒരു വിശ്വാസം അവർക്കുമുണ്ടല്ലോ. അതുപോലെ അന്ത്യന്യായവിധി എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. എന്നാൽ ഹിന്ദു അതൊരു പക്ഷേ അംഗീകരിച്ചു തരികയില്ല. കാരണം അന്ത്യന്യായവിധി എന്നൊരു വിധി ഹിന്ദുമതത്തിലില്ല. ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞാലും മുസ്ലിമിന് മനസ്സിലാകും. കാരണം അവർ ഖിയാമത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഹിന്ദുയിസത്തിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല. പുനർജന്മം എന്നുള്ള വിശ്വാസമാണ് ഹിന്ദുക്കൾക്കുള്ളത്. ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നാം തുറന്നേ പഠിക്കാൻ പോകുകയാണ്. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയോട് നാം സുവിശേഷം അറിയിക്കുമ്പോൾ ആ വ്യക്തി എന്താണ് വിശ്വസിക്കുന്നത് എന്നറിഞ്ഞിരുന്നാൽ സുവിശേഷം പറയുവാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ചില അബദ്ധങ്ങൾ പറയുന്നത് നമുക്ക് ഒഴിവാക്കുവാനും കഴിയും. ഒരു മുസ്ലിമിനോട് സുവിശേഷം പറയുമ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നതോ അവർക്ക് കാളയിറച്ചി കൊടുത്തതോ ഒക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ യേശു മീൻ തിന്ന കാര്യം പറയുന്നതിനും അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഒരു ഹിന്ദുവിനോടാണ് സുവിശേഷം പറയുന്നതെങ്കിൽ നിവൃത്തിയുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കുക. കാരണം അവരുടെ സങ്കല്പത്തിലുള്ള ദൈവങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. അങ്ങനെ പലതും നമുക്ക് ഒഴിവാക്കുവാനും ചിലത് പ്രത്യേകം എടുത്തു പറയുവാനും കഴിയും. അങ്ങനെ മതങ്ങളെക്കുറിച്ച് നാം പഠിച്ചാൽ അബദ്ധങ്ങൾ ഒഴിവാക്കുവാനും ആവശ്യമുള്ളത് പറയുവാനും കഴിയും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയവർ സുവിശേഷം എഴുതിയപ്പോൾ താങ്കൾ ആർക്കു വേണ്ടിയാണ് സുവിശേഷം എഴുതുന്നത് എന്നതിനെ അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തുകയുണ്ടായി. യഹൂദന്മാർക്ക് മത്തായി സുവിശേഷം എഴുതി. അപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, അവർക്ക് രസിക്കത്തക്ക വിധത്തിൽ മത്തായി എഴുതുവാൻ ശ്രദ്ധിച്ചു. അതുപോലെ മർക്കോസ് റോമാക്കാരെ മുമ്പിൽ കണ്ടുകൊണ്ട് സുവിശേഷം എഴുതി. റോമാക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് മർക്കോസ് എഴുതിയത്. യവനന്മാരെ മുൻപിൽ കണ്ടുകൊണ്ട് ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ അവർക്ക് വേഗം ഗ്രഹിക്കാവുന്ന രൂപത്തിൽ അതെഴുതി. ദൈവമക്കളെ മുന്നിൽ കണ്ടുകൊണ്ട്, ദൈവസഭയെ മുന്നിൽ കണ്ടുകൊണ്ട് സുവിശേഷം എഴുതിയതായി യോഹന്നാൻ
ദൈവമക്കൾക്ക് ഏറ്റവും ഹൃദയസ്പർശിയാകത്തക്ക വിധത്തിൽ സുവിശേഷം എഴുതി. അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിക്കാൻ പോയിടത്തും നമുക്കിത് കാണാവുന്നതാണ്. യഹൂദന്മാരോട് സുവിശേഷം പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്നൊക്കെ ഉദ്ധരണികൾ എടുത്ത് പറയുമായിരുന്നു. എന്നാൽ യവനന്മാരോട് സുവിശേഷം പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണികളെ ഏറെ എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, യവനന്മാരുടെ ചില കവിതകളൊക്കെ അവിടെ ഉദ്ധരിക്കുവാനും യവനന്മാർക്ക് പ്രത്യേകം മനസ്സിലാക്കത്തക്ക വിധത്തിൽ വലിയ ബുദ്ധിമുട്ട് കൂടാതെ ഗ്രഹിക്കത്തക്ക വിധത്തിൽ പൗലോസുമൊക്കെ സുവിശേഷം പറയുവാൻ ശ്രദ്ധിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നാം ലോകമതങ്ങളെക്കുറിച്ച് പഠിച്ചാൽ പല അബദ്ധങ്ങൾ ഒഴിവാക്കുവാനും കൂടുതൽ ഫലപ്രദമായി സുവിശേഷം അറിയിക്കുവാനും കഴിയും. അതുകൊണ്ട് ലോകമതങ്ങളെക്കുറിച്ച് വിശ്വാസികൾ, സുവിശേഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് മതം എന്നതാണ് അടുത്ത വിഷയം. മതം എന്ന വാക്കിന് അഭിപ്രായം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒക്കെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ആ അഭിപ്രായങ്ങളാണ് മതം എന്ന് പറയേണ്ടി വരും. പക്ഷേ അത് ശരിയായ വ്യാഖ്യാനമല്ല. കാരണം നാം മതം എന്നുപയോഗിക്കുന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്നേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ റിലീജിയൻ എന്ന് പറയുന്ന വാക്കിന് ഈ പറയുന്ന അർത്ഥമില്ല. എന്താണ് റിലീജിയൻ എന്ന് പലരും നിർവചിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മിക്ക നിർവചനങ്ങളും അത്ര പൂർണ്ണമായി ശരിയാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. എല്ലാ നിർവചനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ടാകും. എങ്കിലും ഏത് നിർവചനത്തിലും ഉൾപ്പെടേണ്ടതായ ചില പ്രധാന പോയിന്റുകൾ മാത്രം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഏതു മതത്തിലും ദൈവത്തെക്കുറിച്ച് ഒരു സിദ്ധാന്തമുണ്ടാകും. ഒരു ദൈവമേ ഉള്ളെന്നാകാം, അല്ലെങ്കിൽ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്നാകാം, അല്ലെങ്കിൽ ദൈവമേ ഇല്ല എന്ന് വേണമെങ്കിലും ആകാം. ചാർവാക മതം പോലെയുള്ള മതങ്ങളിൽ ദൈവം ഇല്ല എന്നാണ് സങ്കല്പം. ബുദ്ധമതത്തിലും ഒരു ദൈവത്തെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിരുന്നില്ല. അങ്ങനെ നാസ്തിക മതമുണ്ടാകാം, ആസ്തിക മതവും ഉണ്ടാകാം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു പഠിപ്പിക്കൽ അത് മതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതുപോലെ തന്നെ ഈ ലോകം എങ്ങനെയുണ്ടായി എന്ന് മതത്തിനെ പറയാതിരിക്കുവാൻ കഴിയുന്നതല്ല. ഒരു ദൈവം ഇത് സൃഷ്ടിച്ചു എന്നാണ് മിക്ക മതങ്ങളും പറയുന്നത്. എന്നാൽ ചിലർ അങ്ങനെയല്ല പറയുന്നത്, ഇത് എന്നെന്നും ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം പറയാതെ അത് അവഗണിക്കുന്ന മതങ്ങളുമുണ്ട്. എങ്ങനെയായാലും ലോകത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സിദ്ധാന്തം എല്ലാ മതത്തിലും ഉണ്ടായേ മതിയാകൂ. അതുപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എല്ലാ മതങ്ങളിലും സിദ്ധാന്തങ്ങൾ ഉണ്ടാകണം. മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിനുശേഷം അവന് പുനർജനിക്കുന്നു എന്നോ, അതല്ലെങ്കിൽ സ്വർഗവും നരകവും ഉണ്ട് എന്നോ, അന്ത്യന്യായവിധിയുണ്ടെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കുവാൻ മതത്തിന് കഴിയുന്നതല്ല. എല്ലാ മതങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഹിന്ദുമതം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ ഒരു അന്ത്യന്യായവിധിയിലും സ്വർഗത്തിലും നരകത്തിലുമൊക്കെ വിശ്വസിക്കുന്നു. അങ്ങനെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സിദ്ധാന്തങ്ങൾ എല്ലാ മതത്തിലുമുണ്ട്. മാത്രമല്ല എല്ലാ മതങ്ങളും ആ മതത്തിലെ വിശ്വാസികൾക്ക് ചില മോറൽ ടീച്ചിങ്സ്, അതുപോലെ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ചില കൽപ്പനകൾ അവർ കൊടുക്കാറുണ്ട്. ഹിന്ദുവായിരിക്കുന്ന വ്യക്തി ചിലതൊക്കെ അനുസരിച്ചേ മതിയാകൂ. ക്രിസ്ത്യാനി ബൈബിളിലെ കൽപ്പനയനുസരിച്ച് ജീവിച്ചേ മതിയാകൂ. ഇസ്ലാമിലെ ചില കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചേ മതിയാകൂ. അങ്ങനെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുക എന്നതും മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ദൈവത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒക്കെയുള്ള സങ്കല്പങ്ങളും അതോടൊപ്പം കുറെ തത്വശാസ്ത്രങ്ങളും ജീവിതത്തിൽ പാലിക്കേണ്ടതായ കുറെ മോറൽ ടീച്ചിങ്സും എല്ലാം ഉൾപ്പെടുന്നതാണ് മതം എന്ന് നമുക്ക് ചുരുക്കി പറയാം. മതം എങ്ങനെയുണ്ടായി എന്നതാണ് മറ്റൊരു വിഷയം. അതേപ്പറ്റി നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. ഭയത്തിൽ നിന്നാണ് മതമുണ്ടായത് എന്നൊരു പഠിപ്പിക്കലുണ്ട്. മനുഷ്യനെ ഭയമുണ്ട്. ഈ ലോകത്തിൽ കാണുന്ന പലതിനെയും അവൻ ഭയപ്പെടുന്നു. പ്രാചീന കാലത്തെ മനുഷ്യന് ഇന്നത്തെ പോലെ ശാസ്ത്രജ്ഞാനം ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് അവൻ കണ്ട പലതിനെയും അവൻ ഭയത്തോടെ വീക്ഷിച്ചു. ഉദാഹരണത്തിന് ഇടിമിന്നൽ കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. അതെന്തോ വലിയ ശക്തിയുള്ള ദൈവമാണെന്ന് അവൻ കരുതി. ഇടിമിന്നലിന്റെ ശക്തി കൊണ്ട് മരങ്ങളൊക്കെ കരിഞ്ഞു പോകുന്നത്, ആ ശക്തി കൊണ്ട് മൃഗങ്ങളോ മനുഷ്യരോ മരിച്ചു പോകുന്നത്, കൊല്ലപ്പെടുന്നത് അവൻ കണ്ടു. അപ്പോൾ ശ്രേഷ്ഠനായ ഒരു ദൈവമാണത് എന്ന് വിശ്വസിക്കുവാനിടയായി. ആ ദൈവത്തെ ഇന്ത്യക്കാർ ഇന്ദ്രൻ എന്ന് വിളിച്ചു, ഗ്രീക്കുകാർ സിയൂസ് എന്ന് വിളിച്ചു. അങ്ങനെ ഓരോ ദേശങ്ങളിൽ ഓരോ പേരുകൾ ഇടിമിന്നലിനുണ്ടായി. അതുപോലെ ശക്തിയായി കാറ്റടിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. ആ കാറ്റൊരു ദൈവമാണ് എന്നവൻ കണക്കാക്കി. അങ്ങനെ വായു ഭഗവാൻ ഉണ്ടായി. തീ കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. ആ തീക്ക്
അവൻ അഗ്നിദേവൻ എന്ന് പേരിട്ടു. അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും അവൻ ഭയത്തോടെ അത്ഭുതത്തോടെ വീക്ഷിച്ചു. അത് ദൈവങ്ങളാണെന്ന് സങ്കല്പിച്ചു. അങ്ങനെ അവന് ഭയമുണ്ടാക്കിയത് എന്തൊക്കെ അതിനെയെല്ലാം അവൻ ആരാധിക്കുവാൻ തുടങ്ങി. രാത്രിയെ അവന് ഭയമായിരുന്നു. അതുകൊണ്ട് രാത്രിയിലാണ് പല ഭൂതപ്രേതാദികളൊക്കെ ഇറങ്ങി നടക്കുന്നത് എന്നുള്ള വിശ്വാസമുണ്ടായി. അങ്ങനെ ഭയത്തിൽ നിന്നുണ്ടായതാണ് മതം എന്ന് ഒരു വിശ്വാസം നിലവിലുണ്ട്. ഈ സിദ്ധാന്തം പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. കാരണം ലോകത്തിലുള്ള മതങ്ങളിലെല്ലാം ഭയത്തിന്റെ ഒരംശം അടങ്ങിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ദൈവത്തെ ഭയപ്പെടുക, ഭയത്തോടുകൂടി ബഹുമാനിക്കുക, ആരാധിക്കുക എന്നൊക്കെയുള്ളത് എല്ലാ മതങ്ങളിലുമുള്ളതാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള ഏത് മതമെടുത്താലും ഭയത്തിന്റെ ഒരു അംശം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഭയത്തിൽ നിന്നാണ് മതമുണ്ടായത് എന്ന് പറയുന്ന ആ സിദ്ധാന്തം പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. അതോടൊപ്പം തന്നെ ആ സിദ്ധാന്തം പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാനുമാവില്ല. കാരണം ഭയത്തിന് മതത്തിൽ മതത്തിന്റെ ഉത്ഭവത്തിൽ സ്ഥാനമുണ്ട് എന്നത് ശരിയാണെങ്കിലും ഭയത്തിൽ നിന്ന് മാത്രമാണ് മതമുണ്ടായത് എന്ന് നമുക്ക് തീർത്ത് പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ സിദ്ധാന്തത്തെ പൂർണ്ണമായി സ്വീകരിക്കാനോ പൂർണ്ണമായി തള്ളിക്കളയുവാനോ സാധ്യമല്ല. നാം കണ്ടു കഴിഞ്ഞതുപോലെ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നതിൽ നിന്നാണ് മതങ്ങൾ ഉണ്ടായത് എന്നൊരു സിദ്ധാന്തം നിലവിലുണ്ട്. അതിലും സത്യമുണ്ട്. കാറ്റിനെ വായു ഭഗവാനായി സങ്കല്പിച്ച് ഹൈന്ദവർ ആരാധിക്കുന്നല്ലോ. അതുപോലെ അഗ്നിദേവനെ ആരാധിക്കുന്നു, ഇടിമിന്നലിനെ ആരാധിക്കുന്നു, ഭൂമിയെ ആരാധിക്കുന്നു, ചന്ദ്രനെയും സൂര്യനെയും ആരാധിക്കുന്നു. അങ്ങനെ ഈ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിക്കുന്ന രീതി പ്രാചീന മതങ്ങളിലെല്ലാം തന്നെ നിലവിലുണ്ട്. ഈ പ്രകൃതി ശക്തികളുടെ പിന്നിൽ ദൈവങ്ങളാണുള്ളതെന്നും ആ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ തങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നും പ്രാചീന മനുഷ്യൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് മതങ്ങളുടെ ഉത്ഭവം പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നതിൽ നിന്നാണ് എന്ന സിദ്ധാന്തം ഒരളവോളമെങ്കിലും ശരിയാണ്. പക്ഷേ പൂർണ്ണമായി ശരിയല്ല എന്നു മാത്രമേ ഉള്ളൂ. ലോകത്തിലുള്ള ഏതു പ്രാചീന മതം നോക്കിയാലും അതിൽ പ്രകൃതി ശക്തികളെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആരാധിച്ചിരുന്നതായി കാണുവാൻ കഴിയും. ഇന്ത്യയിലെ കാര്യമൊക്കെ നമുക്കറിയാം. ഈജിപ്തിലുള്ളവർ സൂര്യദേവനെ ആരാധിച്ചിരുന്നു, ജപ്പാനിലുള്ളവർ സൂര്യദേവനെ ആരാധിച്ചിരുന്നു, തെക്കേ അമേരിക്കയിലുള്ളവർ സൂര്യദേവനെ ആരാധിച്ചിരുന്നു. അങ്ങനെ ലോകമെമ്പാടും തന്നെ സൂര്യാരാധന നിലനിന്നിരുന്നു. അഗ്നിദേവനെ ആരാധിക്കുക, വായുവിനെ ആരാധിക്കുക, ഇതൊക്കെയും മിക്ക പ്രാചീന മതങ്ങളിലും നിലനിന്നിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് തള്ളിക്കളയുവാൻ സാധ്യമല്ല. പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നതിൽ നിന്ന് മതമുണ്ടായി എന്ന സിദ്ധാന്തവും പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയുവാൻ സാധ്യമല്ല. എങ്കിലും അത് പൂർണ്ണമായി ശരിയുമല്ല. കാരണം ലോകത്തിലുള്ള പല മതങ്ങളും പ്രകൃതി ശക്തിയെ ആരാധിക്കുന്നില്ല. ഉദാഹരണമായി ക്രിസ്തുമതം അത് പ്രകൃതി ശക്തിയെ ആരാധിക്കുന്നതല്ല. യഹൂദമതം പ്രകൃതി ശക്തിയെ ആരാധിക്കുന്നതല്ല. അങ്ങനെ പ്രകൃതി ശക്തികളെ ആരാധിക്കാത്ത മതങ്ങളുമുണ്ട്. അതുകൊണ്ട് മതങ്ങളെല്ലാം ഉണ്ടായത് ഈ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നതിൽ നിന്നാണ് എന്ന സിദ്ധാന്തം പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാനാവില്ല. പക്ഷേ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന മതങ്ങളും ഈ ലോകത്ത് ഉണ്ട്. പൈതൃകാരാധനയിൽ നിന്നാണ് മതം ഉത്ഭവിച്ചത് എന്നൊരു സിദ്ധാന്തവും നിലവിലുണ്ട്. അതായത് പിതാക്കന്മാരെ ആരാധിക്കുക. അതിലും അല്പം സത്യമുണ്ട്. ഈ കാലത്ത് പോലും പിതാക്കന്മാരെ ആരാധിക്കുന്ന രീതി നിലനിൽക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടുപ്രദേശങ്ങളിൽ കാണാറുണ്ടല്ലോ. മരിച്ചുപോയ വ്യക്തിയെ അവരുടെ പിൻതലമുറക്കാർ ആരാധിക്കുന്നു. അവരുടെ അസ്ഥിയോ മറ്റോ എടുത്തുകൊണ്ടുവന്ന് അസ്ഥിത്തറ വയ്ക്കുകയും അവിടെ വിളക്ക് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ ചിലർ മരിച്ചുപോയതായ വ്യക്തികൾക്ക് വേണ്ടി പുലകുളി അടിയന്തരമൊക്കെ നടത്തുകയും പിന്നീട് ദൈവത്തെ എന്ന പോലെ അവരെ ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പൈതൃകാരാധന എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും തന്നെ നിലനിന്നിരുന്നു. കേരളത്തിൽ നമ്മൾ തോമസ് ലീഹയെ കുറിച്ചുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ കണ്ടു കഴിഞ്ഞതുപോലെ മുത്തപ്പനെയും മുത്തിയെയും ഒക്കെ ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്നും മുത്തപ്പനെ ആരാധിക്കുന്നവരുണ്ടല്ലോ, മുത്തിയെ ആരാധിക്കുന്നവരുമുണ്ട്. മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശനാണ്, മുത്തി എന്ന് പറഞ്ഞാൽ വല്യമ്മയാണ്, മുത്തശ്ശിയാണ്. അങ്ങനെയുള്ളവരെ ആരാധിക്കുന്ന രീതി കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. ലോകമെമ്പാടും തന്നെ ആ വിധത്തിലുള്ള ആരാധനകൾ നിലനിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ പൈതൃകാരാധനയ്ക്കും മതത്തിന്റെ ഉത്ഭവത്തിൽ ഒരു കാര്യമായ സ്ഥാനം ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പൈതൃകാരാധനയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുവാൻ സാധ്യമല്ല. പ്രാചീന മതങ്ങളിൽ ചിലതിനൊക്കെ പൈതൃകാരാധനയുമായി ബന്ധമുണ്ട് എന്ന് മാത്രമേ പറയുവാൻ കഴിയൂ. ചൂഷണത്തിൽ നിന്നാണ് മതമുണ്ടായത്, അല്ലെ ചൂഷണത്തിനുള്ളതായ ഒരു ഉപാധി എന്ന നിലയ്ക്കാണ് മതമുണ്ടാക്കിയത് എന്നൊരു സിദ്ധാന്തവും നിലവിലുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അതാണ് പഠിപ്പിക്കുന്നത്. കഴിവുള്ളവർ, ബുദ്ധിയുള്ളവർ കഴിവില്ലാത്തവരെയും ബുദ്ധിയില്ലാത്തവരെയും ഭയപ്പെടുത്തി ചൂഷണം ചെയ്യുവാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയതാണ് മതം
എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വാസം തന്നെ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കാറൽ മാർക്സ് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. കറുപ്പ് കഴിച്ച് മയങ്ങിക്കിടക്കുന്ന വ്യക്തിക്ക് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നതല്ല. അതുപോലെ മതമാകുന്ന കറുപ്പ് കഴിച്ച് മയങ്ങിക്കിടക്കുന്നതായ ഒരു ലോകത്തെയാണ് കമ്മ്യൂണിസം കാണുന്നത്. മതം മനുഷ്യനെ മയക്കിക്കിടത്തിയിരിക്കുകയാണ്. മതത്തിന്റെ നേതാക്കന്മാർ പറയുന്നതെല്ലാം അന്ധമായി മനുഷ്യൻ വിശ്വസിക്കുന്നു, അതിന്റെ പിന്നാലെ പോകുന്നു, അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. ഇതാണ് കമ്മ്യൂണിസം പറയുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസം ദൈവത്തെയും മതത്തെയും ഒന്നുപോലെ എതിർക്കുകയും ദൈവത്തെയും മതത്തെയും ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ലോക വ്യവസ്ഥയിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. മതത്തിൽ ചൂഷണമുണ്ട് എന്നത് നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. ഒരു വിധത്തിൽ നമുക്ക് നിഷേധിക്കാനാവില്ല. കാലാകാലങ്ങളായി ലോകമെമ്പാടുമുള്ളതായ ചൂഷകർ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം കോപിക്കുമെന്നും ഇവരെ അനുസരിച്ചില്ലെങ്കിൽ ദൈവശിക്ഷയുണ്ടാകുമെന്നും ഇവർക്ക് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് പുരോഹിതന്മാർ പലരെയും വഞ്ചിക്കാറുണ്ട്. ആ വഞ്ചന ഇന്നും തുടരുകയാണ്. ബ്രാഹ്മണർ ഭൂമിയിലെ ദൈവങ്ങളാണ്, ഭൂസുരന്മാരാണ് എന്ന് പറയാറുണ്ട്. ബ്രാഹ്മണന് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്നവർ പഠിപ്പിക്കാറുണ്ട്. ക്രൈസ്തവ സഭയിലും പുരോഹിതന്മാർക്ക് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന വിശ്വാസം നിലവിലുണ്ട്. അങ്ങനെ മനുഷ്യനെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി മതത്തെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചിലരൊക്കെ ചേർന്ന് മനുഷ്യനെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയതാണ് മതം എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം ആരെങ്കിലും ഇങ്ങനെ ബോധപൂർവം ഉണ്ടാക്കിയതല്ല ലോകമെമ്പാടുമുള്ള മതങ്ങൾ. അത് കാലക്രമത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ചൂഷകന്മാരായ ആൾക്കാർ ചൂഷണത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാമെന്നല്ലാതെ ചൂഷകന്മാർ ബുദ്ധിപൂർവം മനഃപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് മതം എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. എന്നാൽ മതം ഉപയോഗിച്ച് ചൂഷണം ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മതവും ചൂഷണവും തമ്മിലുള്ള ആ ബന്ധം നാം നിഷേധിക്കുന്നതുമില്ല. ചിലർ പറയാറുണ്ട് ഹീറോ വർഷിപ്പിൽ നിന്നുണ്ടായതാണ് മതങ്ങളെന്ന്. എന്താണ് ഹീറോ വർഷിപ്പ്? വീരാരാധന എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. വീരന്മാരെ ആരാധിക്കുക, അവരെ ദൈവത്തെ പോലെ കണക്കാക്കുക, ദൈവമായി തന്നെ ആരാധിക്കുക, അതിൽ നിന്നുണ്ടായതാണ് മതം എന്ന് പറയാറുണ്ട്. എല്ലാ മതങ്ങളിലും വീരന്മാരുണ്ട്. ഹിന്ദുമതത്തിൽ രാമൻ ഒരു രാജാവായിരുന്നു, വീരനായിരുന്നു, പിൽക്കാലത്തെ ദൈവമായി കണക്കാക്കപ്പെട്ടു. അതുപോലെ ശ്രീകൃഷ്ണൻ ഒരു വീരനായിരുന്നു, പിൽക്കാലത്തെ ദൈവമായി കണക്കാക്കപ്പെട്ടു. ലോകത്തിലുള്ള പ്രധാന മതങ്ങളിലെല്ലാം ഇതുപോലുള്ള വീരന്മാരെ ദൈവങ്ങളായി കണക്കാക്കുന്ന രീതി ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇന്നും നമ്മുടെ ഈ ഭാരതത്തിൽ നിരവധി മനുഷ്യ ദൈവങ്ങളുണ്ട്. അവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വീരന്മാരാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അവരെ ദൈവത്തെ പോലെ ആരാധിക്കുന്നത്. അപ്പോൾ വീരാരാധന എന്നൊന്ന് ലോകത്തുണ്ട്. വീരാരാധന മുഴുത്ത് ദൈവാരാധനയായി മാറിയെന്നു വരാം, അല്ലെങ്കിൽ വീരനെ ദൈവമാക്കി മാറ്റിയെന്നു വരാം. ഒരു സിനിമാ നടിയായ ഖുശ്ബുവിന് തമിഴ്നാട്ടിൽ ക്ഷേത്രം പണിയുകയുണ്ടായി. അത് ഒരു തരത്തിലുള്ള വീരാരാധനയാണ്. മഹാത്മാഗാന്ധിയെ ക്ഷേത്രത്തിൽ ദൈവമായി വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ശ്രീനാരായണ ഗുരുവിനെ ദൈവത്തെ പോലെ ചിലർ ഇന്ന് ആരാധിക്കുന്നുണ്ട്. അതും ഒരു തരത്തിലുള്ള വീരാരാധന തന്നെയാണ്. നാരായണ ഗുരു ദൈവമായിരുന്നില്ല, മനുഷ്യനായിരുന്നു, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് അദ്ദേഹത്തെ അമ്പലത്തിൽ ദൈവത്തെ പോലെ വെച്ച് ആരാധിക്കുന്ന രീതി നിലവിലുണ്ട്. സായിബാബയെ ആരാധിക്കുന്നവരുണ്ട്, അമൃതാനന്ദമയെ ആരാധിക്കുന്നവരുണ്ട്. ഇതൊക്കെയും വീരാരാധനയുടെ ഓരോ രൂപങ്ങളാണ്. അതുകൊണ്ട് മതത്തിന് വീരാരാധനയുമായി ബന്ധമുണ്ട്. അല്ലെങ്കിൽ മതത്തിൽ ഇന്ന് നാം കാണുന്ന പല ദൈവങ്ങളും വീരാരാധനയിലൂടെ വീരന്മാർ ദൈവമാക്കി മാറ്റപ്പെട്ടതാണ് എന്ന വസ്തുതയും നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാം ഈ പഠിച്ചു വന്ന സിദ്ധാന്തങ്ങളിലെല്ലാം അല്പസ്വല്പം സത്യമുണ്ട്. ഭയത്തിൽ നിന്നാണ് മതമുണ്ടായതെന്ന് പറഞ്ഞാൽ മതവും ഭയവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന രീതി ചില പ്രാചീന മതങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെ പൈതൃകാരാധന പ്രാചീന മതങ്ങളിൽ മാത്രമല്ല, ഇപ്പോഴുള്ള മതങ്ങളിൽ പോലും ഒരളവ് വരെയെങ്കിലുമുണ്ട്. ചൂഷകന്മാർ മതത്തിലുണ്ട്. അതുകൊണ്ട് മതവും ചൂഷണവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഹീറോ വർഷിപ്പിന് മതത്തിൽ സ്ഥാനമുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ സിദ്ധാന്തങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. എന്നാൽ പ്രാചീന ലോകമതങ്ങളെല്ലാം ഒരു കോമൺ റൂട്ടിൽ നിന്ന്, ഒരു കോമണായ പൊതുവായ ഒരു പ്രഭവ സ്ഥാനത്ത് നിന്ന് ഉത്ഭവിച്ചതാണ് എന്നാണ് എന്റെ വിശ്വാസം. ഈ വിഷയത്തെപ്പറ്റി ഞാൻ ചില പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്.
അതിന്റെ ഫലമായി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പോൾ ഷെയർ ചെയ്യുവാൻ പോകുന്നത്. എന്റെ വിശ്വാസം ബൈബിളിൽ അധിഷ്ഠിതമാണ്. ഞാൻ ഈ പറയുന്നത് ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ടാകാം. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എന്റെ സിദ്ധാന്തം നിങ്ങളെല്ലാവരും പൂർണ്ണമായി അംഗീകരിച്ചേ മതിയാകൂ എന്നില്ല. എന്നാൽ ബൈബിൾ പഠിച്ചതിൽ നിന്നും ചരിത്രം പഠിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് തുടർന്ന് ഞാൻ പറയുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം നാം ശ്രദ്ധിച്ചു വായിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വരെയുള്ള ഒരു ഭാഗത്തും അന്യ ദൈവങ്ങളെ കുറിച്ച് പറയുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സംശയമുള്ളവർ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. ഒരു സ്ഥലത്തും അന്യ ദൈവം എന്നൊരു കാര്യത്തെപ്പറ്റി പറയുന്നതേ ഇല്ല. കാരണം നോഹയുടെ കാലത്തെ ജലപ്രളയം, അതിനുശേഷമുള്ള ഏതാനും വർഷങ്ങൾ വരെയുള്ള കാലത്ത് അന്യദൈവം എന്നൊന്ന് മനുഷ്യന്റെ ചിന്തയിലില്ലായിരുന്നു. യഹോവയെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, യഹോവയെ ആരാധിക്കാത്തവരുണ്ടായിരുന്നു. പക്ഷെ അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരില്ലായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നവർ, ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്നവർ, അങ്ങനെ ഒരു കൂട്ടരും ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന മറ്റൊരു കൂട്ടരും, അങ്ങനെ രണ്ടു കൂട്ടർ മാത്രമേ ഈ ലോകത്തുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർ അങ്ങനൊരു കൂട്ടരില്ലായിരുന്നു. എന്നാൽ ഉൽപ്പത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അന്യദൈവങ്ങളെ കാണാൻ കഴിയും, വിഗ്രഹാരാധന കാണുവാൻ കഴിയും. അത് എവിടെ നിന്ന് കടന്നു വന്നു? ആ വിഷയത്തിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ആയപ്പോഴേക്കും മനുഷ്യൻ ദൈവത്തെ വിട്ട് വഷളായി കഴിഞ്ഞിരുന്നു. ലോകത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവം നോഹയോട് പറഞ്ഞു, ഒരു പെട്ടകമുണ്ടാക്കുക, ആ പെട്ടകത്തിൽ നീയും കുടുംബവും രക്ഷ പ്രാപിക്കണം. ഈ ലോകത്തെ ഞാനിതാ നശിപ്പിക്കുവാൻ പോകുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് നോഹ പെട്ടകമുണ്ടാക്കി. ആ കഥയൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഏറെ ഒന്നും വിശദീകരിക്കുന്നില്ല. അതൊക്കെ അറിയത്തില്ലാത്ത ആരെങ്കിലും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കൊള്ളുക. അങ്ങനെ നോഹ പെട്ടകമുണ്ടാക്കി. വലിയ ജലപ്രളയം ഉണ്ടാകുകയും ചെയ്തു. നോഹയും ഭാര്യയും നോഹയുടെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും അങ്ങനെ 8 പേരും പക്ഷിമൃഗാദികളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ 2ഉം ശുദ്ധിയുള്ള മൃഗങ്ങളിൽ 7 വീതവും പെട്ടകത്തിനുള്ളിൽ കടക്കുവാനിടയായി. ലോകത്തെ ജലപ്രളയമുണ്ടായി. ജലപ്രളയത്തിൽ നിന്ന് ഈ 8 മനുഷ്യർ മാത്രമാണ് രക്ഷപ്പെട്ടത്. നോഹയോടൊപ്പം ഉണ്ടായിരുന്നതായ മൃഗങ്ങളും രക്ഷപ്പെടുവാനിടയായി. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഈ ഭൂമിയിൽ മനുഷ്യൻ പിന്നീട് ഉണ്ടായത് നോഹയിൽ നിന്നാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അതേപ്പറ്റി വിശദീകരിച്ച് വെറുതെ സമയം കളയാത്തത്. നാം ശ്രദ്ധിച്ചു പഠിക്കേണ്ട ചില വിഷയങ്ങളാണ് ഞാൻ തുടർന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും മീഖാ പ്രവചനം 5-ാം അധ്യായം 6-ാം വാക്യവും ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഒരു വ്യക്തിയെ കാണുവാൻ കഴിയും. നിമ്രോദ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്തായിരുന്നു. ബാബിലോണും ചുറ്റുമുള്ള പ്രദേശങ്ങളും അസീറിയയുമൊക്കെ അവന്റെ ദേശമായിരുന്നു എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു രാജാവിനെ കുറിച്ച് ആദ്യമായി ബൈബിളിൽ സൂചന വരുന്നത് നിമ്രോദിന്റെ കാര്യത്തിലാണ്. അവൻ ശിനാർ ദേശം, ആ ശിനാർ സമഭൂമി, ബാബിലോൺ, അസീറിയ, ഇറാഖ് എന്നൊക്കെ നാം വിളിക്കുന്നതായ ആ പ്രദേശം, അവിടെമെല്ലാം അടക്കി ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. വാസ്തവത്തിൽ ലോകത്തിലുണ്ടായ ആദ്യത്തെ രാജാവാണ് ഈ നിമ്രോദ് എന്ന് വേണമെങ്കിൽ പറയാം. അവന്റെ നേതൃത്വത്തിലാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലുള്ളതായ ആ കോട്ടയുടെ പണി ആരംഭിക്കുന്നതും നടന്നതും. കോട്ട പണിതത് ഇവനാണ് എന്ന് ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതിന് ചരിത്രരേഖകളുണ്ട്. ആ ചരിത്രരേഖകളുടെ പിൻബലം ഉപയോഗിച്ചാണ് ഞാനിത് പറയുന്നത്. നിമ്രോദിനെ കുറിച്ച് ബൈബിളിലുണ്ട് എന്നത് വസ്തുതയുമാണ്. അങ്ങനെ നിമ്രോദിന്റെ നേതൃത്വത്തിലാണ് അവിടെ കോട്ട പണിയുവാൻ ഇടയായത്. ആ കാലത്തെ ഭൂമി ഇന്നത്തെ പോലെ ഭൂഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നില്ല. സംശയമുള്ളവർ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. അവിടെ വെള്ളം ഒരു സ്ഥലത്തു കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്നാണ് ദൈവം കൽപ്പിച്ചത്. അങ്ങനെ വെള്ളമെല്ലാം ഒരു സ്ഥലത്തേക്ക് കൂടുകയും ഉണങ്ങിയ നിലം കാണുകയും ചെയ്തു. അങ്ങനെ ഭൂഭാഗം അല്ലെ കരഭാഗം ഒറ്റ കഷണമായി കിടക്കുകയായിരുന്നു. നോഹയുടെ ജലപ്രളയകാലത്തും അതുതന്നെയായിരുന്നു സ്ഥിതി. നോഹയുടെ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ സന്തതികൾ ഉണ്ടായി. അവരുടെ മക്കൾക്ക് മക്കൾ ജനിച്ചു. അങ്ങനെ പല തലമുറകളുണ്ടായി. തലമുറകൾ ഉണ്ടായതിനു ശേഷം ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 25-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ പെലേഗ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നു. അവനെ പെലേഗ് എന്നു പേർ, കാരണം അവന്റെ കാലത്താണ് ഭൂവാസികൾ പിരിഞ്ഞുപോയത് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ കാണുന്നു.
എന്നാൽ മറ്റേതെങ്കിലും നല്ല തർജിമയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് തർജിമയോ ഒക്കെ നിങ്ങൾ നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ കാലത്താണ് ഭൂമി വിഭജിക്കപ്പെട്ടത്. ദ എർത്ത് വാസ് ഡിവൈഡഡ്. ഭൂമി വിഭജിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഭൂമി വിഭജിക്കപ്പെട്ടു എന്ന് പറയുവാൻ കാരണം? വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം കരഭാഗം സൃഷ്ടിച്ചത്. അങ്ങനെ ആ കര ഒരിടത്തുണ്ടാകുകയും വെള്ളം ഒരുമിച്ച് കൂടുകയും ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഈ പെലേഗിന്റെ കാലത്താണ് നാം ഇന്ന് കാണുന്നത് പോലെ ഭൂമി ഭൂഖണ്ഡങ്ങളായി ദ്വീപുകളായി ഒക്കെ വിഭജിക്കപ്പെട്ടത്. സംശയമുള്ളവർ വേൾഡ് മാപ്പ് എടുത്ത് നോക്കുക. ആ വേൾഡ് മാപ്പ് എടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം. ഒരു കഷണമായി കിടന്ന ഭൂമി ചിതറിപ്പോയതിന്റെ എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ആഫ്രിക്കയുടെ ആ പടിഞ്ഞാറേ തീരത്ത് തെക്കേ അമേരിക്ക കൊണ്ട് വെക്കുകയും വടക്കേ അമേരിക്ക അതിന്റെ മുകൾ ഭാഗത്തായി വെക്കുകയും ചെയ്ത് ആകെ കൂടെ ഒന്ന് അമർത്തി വെച്ചാൽ എല്ലാം കൂടെ ചേർന്ന് ഒരു കഷണമായി കിട്ടാവുന്നതേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ഭാഗമായി അങ്ങ് താഴെ കിടന്നതാണ്. അവിടെ നിന്ന് ഒരു കഷണം സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ഏഷ്യൻ ഭൂഖണ്ഡവുമായി കൂട്ടിയിടിച്ചുണ്ടായതാണ് ഇന്ത്യ. അങ്ങനെ കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായതാണ് ഹിമാലയ പർവ്വതം എന്നൊക്കെ ഞാനല്ല പറയുന്നത്. അങ്ങനെ ജോഗ്രഫി ഇതിനെക്കുറിച്ച് പറയുന്നു. ഏതെങ്കിലും അറ്റ്ലസ് എടുത്ത് നോക്കിയാൽ അവിടെ ഭൂമി ഇങ്ങനെ വിഭജിക്കപ്പെട്ടതിന്റെ പടം സഹിതം കൊടുത്തിട്ടുണ്ട്. ഇത് ബൈബിളിൽ പറയുന്നത് മാത്രമല്ല, ശാസ്ത്രവും ഇത് തന്നെയാണ് പറയുന്നത്. ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. 9ോ 10ോ ക്ലാസ്സിൽ എവിടെയോ ഈ വിഷയത്തെക്കുറിച്ച് കുട്ടികൾ പഠിക്കുന്നതുമുണ്ട്. ഭൂമി ഒരു കഷണമായി കിടന്നു എന്നും പിൽക്കാലത്തെ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായതാണ് എന്നും ഭൂമിശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അത് തന്നെ ബൈബിളും പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, പെലേഗിന്റെ കാലത്താണ് ഭൂമി വിഭജിക്കപ്പെട്ടത്. അത് ഈ നിമ്രോദിന്റെ കാലമൊക്കെ തന്നെയാണ്. ബാബേൽ ഗോപുരം പണിത അതേ കാലമാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ആ കണക്കുകളിലേക്കൊന്നും ഞാനിപ്പോൾ തിരിയുന്നില്ല. സംശയമുള്ളവർ സ്വയം കണക്ക് കൂട്ടി നോക്കിക്കൊള്ളുക. അങ്ങനെ ഭൂമി ഒരു കഷണമായി കിടന്നിരുന്ന കാലത്താണ് നോഹയുടെ ജലപ്രളയം ഉണ്ടായത്. നോഹയുടെ ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ജനങ്ങൾ പിന്നെയും പെരുകി. അന്ന് നോഹയോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇനിയും ഞാൻ ഒരിക്കലും ഒരു ജലപ്രളയം ഉണ്ടാക്കുകയില്ല. മാത്രമല്ല ദൈവം നോഹയോടൊരു കൽപ്പന കൊടുത്തു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് ദൈവം കൽപ്പിച്ചു. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഞാൻ ഇനിയും ഒരു ജലപ്രളയം ഉണ്ടാക്കുകയില്ല എന്നും ദൈവം കൽപ്പിക്കുകയുണ്ടായി. ദൈവകൽപ്പനയെ അവിശ്വസിക്കുക, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പെരുമാറുക, ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക, ഇതൊക്കെയാണ് സാത്താൻ ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ സാത്താൻ നമ്മെ പ്രേരിപ്പിക്കും. ദൈവം ചെയ്യരുത് എന്ന് കൽപ്പിച്ചതായ കാര്യം ചെയ്യുവാനും ദൈവം നമ്മോട് ചെയ്യുവാൻ കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുവാനും സാത്താൻ നമ്മെ സ്വാധീനിക്കും. അതുതന്നെയാണ് ആ കാലത്ത് നടന്നത്. ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീൻ. സാത്താൻ പറഞ്ഞു, നിങ്ങൾ നിറയുവാൻ പാടില്ല, നിങ്ങൾ ഒന്നിച്ച് താമസിക്കണം. അതുപോലെ ദൈവം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയെ മുക്കിക്കളയുവാൻ ഇനിയും ജലപ്രളയം ഉണ്ടാക്കുകയില്ല. പക്ഷെ സാത്താൻ പറഞ്ഞു, ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല, ദൈവം വാക്കു പറഞ്ഞാലും മാറിയെന്ന് വരാം. അതുകൊണ്ട് ജലപ്രളയമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾ നോക്കിക്കൊള്ളണം. അങ്ങനെ ഈ നിമ്രോദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ സാത്താൻ കടന്നു. അവൻ വലിയ വീരനായിരുന്നു. അവന്റെ ബുദ്ധിശക്തിയും ശരീരത്തിന്റെ ശക്തിയും ഒക്കെ കൊണ്ട് അവൻ ജനങ്ങളെ പറഞ്ഞു വശീകരിച്ചു. ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന്. അവൻ ജനങ്ങളോട് പറഞ്ഞു, അത് പാടില്ല, നമുക്ക് സന്താനപുഷ്ടിയുള്ളവരായി പെരുകാം, പക്ഷേ നാം ഇവിടെ ചെതറിപ്പോകാതിരിക്കാൻ വേണ്ടി നാം ഈ ശീനാർ സമഭൂമിയിൽ താമസിക്കാം, വലിയൊരു കോട്ട കെട്ടാം, നമുക്കെല്ലാവർക്കും ചേർന്ന് ആ കോട്ടയ്ക്കുള്ളിൽ താമസിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിതറിപ്പോകയില്ലല്ലോ. രണ്ടാമത് ദൈവം പറഞ്ഞു ജലപ്രളയം ഉണ്ടാക്കിയില്ല എന്ന്. പക്ഷേ ദൈവം വാക്കുമാറിയെന്ന് വരാം, ജലപ്രളയം ഉണ്ടാക്കിയെന്ന് വരാം. അങ്ങനെ ജലപ്രളയം ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടി സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം നമുക്ക് പണിയാം. ജലപ്രളയം വന്നാൽ നമുക്കൊക്കെ ആ ഗോപുരത്തിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് രക്ഷപ്പെടാമല്ലോ. ഇതായിരുന്നു അവന്റെ ഐഡിയ. എന്നാൽ അതിന്റെ പിന്നിൽ സാത്താന്റെ കരങ്ങൾ പ്രവർത്തിച്ചിരുന്നു. നാം 3-ാമത്തെ സീഡിയിൽ കണ്ടു കഴിഞ്ഞതുപോലെ സാത്താൻ ഒരു ദൈവദൂതനാണ്, അല്ലെങ്കിൽ ദൈവദൂതനായിരുന്നു.
ഒരു ദൈവദൂതനുള്ള കഴിവ് മാത്രമേ സാത്താനുള്ളൂ. ദൈവം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഭൂമിയിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളും നേരിൽ കാണുവാനും അത് നിയന്ത്രിക്കുവാനും ഒക്കെ ദൈവത്തിന് കഴിയുന്നതാണ്. എന്നാൽ സാത്താൻ ആ വിധത്തിലുള്ള ഒരു കഴിവില്ല. ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യം കാണണമെങ്കിൽ അവൻ ഇന്ത്യയിലായിരിക്കണം. അമേരിക്കയിൽ നടക്കുന്ന ഒരു കാര്യം കാണണമെങ്കിൽ അവൻ അമേരിക്കയിൽ പോയേ മതിയാകൂ. അതുകൊണ്ടാണ് ദൈവം സാത്താനോട് ചോദിക്കുന്നു, സാത്താനെ നീ എവിടെ നിന്ന് വരുന്നു? ഉടനെ സാത്താൻ പറയുന്നു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് ഇവന് സഞ്ചരിക്കേണ്ടതായി വന്നത്? കാരണം ഇവനൊരു ദൈവദൂതൻ മാത്രമാണ്. അവൻ സർവജ്ഞനല്ല, സർവവ്യാപിയല്ല. സർവവ്യാപി അല്ലാത്തതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിച്ചു വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കുവാൻ. അതുകൊണ്ടാണ് സാത്താൻ ഇങ്ങനെ സഞ്ചരിക്കേണ്ടതായി വന്നത്. ആ കാലത്ത് നോഹയുടെ ജലപ്രളയം കഴിഞ്ഞ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ മനുഷ്യൻ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഭൂമിയിലെല്ലാം ചിതറിപ്പോയാൽ സാത്താന്റെ പണി വളരെ കഷ്ടപ്പാട് പിടിച്ചതായിത്തീരും. ഭൂമിയിലെല്ലാം ചിതറി മനുഷ്യൻ പോയി കഴിയുമ്പോൾ ഈ മനുഷ്യനെ വഴിതെറ്റിക്കുവാനായി അവനിങ്ങനെ ഓടിച്ചാടി നടക്കേണ്ടതായി വരും. ഇന്ത്യയിൽ മനുഷ്യനെ വഴിതെറ്റിച്ചതിന് ശേഷം അമേരിക്കയിൽ പോയി വഴിതെറ്റിക്കണം, പിന്നെ ജപ്പാനിൽ വരണം, ഓസ്ട്രേലിയയിൽ പോകണം. അങ്ങനെ ലോകമെമ്പാടും സഞ്ചരിച്ച് മനുഷ്യനെ വഴിതെറ്റിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സാത്താൻ ഒരു വിദ്യ കണ്ടുപിടിച്ചു. ഈ മനുഷ്യനെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി താമസിച്ചാൽ അവരെ വഴിതെറ്റിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് സാത്താൻ നിമ്രോദിന്റെ ഉള്ളിൽ കടക്കുകയും നിമ്രോദിലൂടെ ജനത്തോട് പറയിക്കുകയും ചെയ്തത്, നമുക്ക് അങ്ങനെ ചെതറിപ്പോകുവാൻ ഇടയാകരുത്, നമുക്കിവിടെ ഒന്നിച്ച് താമസിക്കണം. വാസ്തവത്തിൽ അത് സാത്താന്യ തന്ത്രമായിരുന്നു. ഇങ്ങനെ ജനം ഒന്നിച്ച് താമസിച്ചാൽ സാത്താന്റെ പിടിയിൽ വളരെ വേഗം അകപ്പെട്ടു പോകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞത്. മനുഷ്യൻ ഭൂമിയിലെല്ലാം നിറഞ്ഞു താമസിക്കുകയാണെങ്കിൽ സാത്താന്റെ പിടിയിൽ അകപ്പെടാനുള്ളതായ സാധ്യത വളരെ കുറഞ്ഞു പോകും. അത് ദൈവത്തിനറിയാം. സാത്താന്റെ സ്വാധീനം മനുഷ്യനിൽ കുറയ്ക്കുവാനുള്ള ഏകമാർഗം അങ്ങനെ ഭൂമിയിൽ ചിതറിപ്പാർക്കുക എന്നുള്ളതാണ്. പക്ഷേ സാത്താൻ അതിന് വിപരീതമായി ജനത്തെ സ്വാധീനിച്ചു. നിമ്രോദ് ജനത്തെ വശീകരിച്ചു. ജനത്തോട് പറഞ്ഞു, നമുക്കിങ്ങനെ പെരുകി പോകുവാൻ പാടില്ല, നമുക്ക് ഈ സീനാർ സമഭൂമിയിൽ നമുക്ക് ഒന്നിച്ച് താമസിക്കാം. ജനങ്ങൾക്ക് തോന്നി അത് നല്ലൊരു ആശയമാണല്ലോ. അതുപോലെ ദൈവം വാക്കു പറഞ്ഞു, ഇനി ജലപ്രളയം വരുത്തുകയില്ല എന്ന്. പക്ഷേ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവൻ ജലപ്രളയം വരുത്തിയെന്ന് വരാം, നമ്മളെ ചതിച്ചെന്ന് വരാം. അങ്ങനെ ജനങ്ങളുടെ ഉള്ളിൽ ദൈവം ചതിയനാണ് എന്നൊരു വിശ്വാസം ജനിപ്പിക്കാൻ ഇവന് കഴിഞ്ഞു. അങ്ങനെ ദൈവത്തെക്കാളധികം ജനം നിമ്രോദിനെ വിശ്വസിക്കുവാനിടയായി. നിമ്രോദിന്റെ വാക്ക് കേട്ട് അവർ കോട്ട പണിയുവാനും ജലപ്രളയം വന്നാൽ കയറിയിരുന്ന് രക്ഷപ്പെടുവാനായി ഒരു വലിയ ഗോപുരം പണിയുവാനും തുടങ്ങി. ഗോപുരം പണിയുന്നതിന് മുമ്പിലും സാത്താനെ ചില തന്ത്രങ്ങളൊക്കെയുണ്ട്. കാരണം ഗോപുരം പണിയുകയാണെങ്കിൽ സാത്താന് ആ ഗോപുരത്തിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കാം. അവിടെ ഇരുന്നു കൊണ്ട് അവനെല്ലാം കാണുവാൻ കഴിയും. കോട്ടയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഊടാടി സഞ്ചരിക്കാതെ തന്നെ ആ മനുഷ്യനെ മുഴുവൻ നിയന്ത്രിക്കുവാൻ അവന് കഴിയും. അങ്ങനെ കോട്ടയ്ക്കകത്ത് ജനങ്ങളെ നിർത്തുക, കോട്ടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഗോപുരത്തിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ജനത്തെ നിയന്ത്രിക്കുക, ഇതായിരുന്നു സാത്താന്റെ തന്ത്രം. ഈ തന്ത്രം തകർക്കുവാൻ വേണ്ടിയാണ് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞതും. ഭാഷ കലങ്ങിയതോടെ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത സ്ഥിതിയായി. ഇവിടെ വാന്ന് പറയുമ്പോൾ എതിർദിശയിലേക്ക് അവൻ പോകുന്ന സ്ഥിതിയായി. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊന്നും മനസ്സിലാകാത്ത സ്ഥിതിയായി. അങ്ങനെ അവർ കോട്ടയും ഗോപുരവും ഒക്കെ പണിയുന്നതായ ആ പരിപാടി ഉപേക്ഷിച്ചു കളഞ്ഞു. ബൈബിളിൽ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും പ്രാചീന ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രാചീന നാഗരികത നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളുടെയും ഒക്കെ ഫലമായി കണ്ടുകിട്ടിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിമ്രോദിന്റെ നേതൃത്വത്തിൽ ദൈവത്തോട് മത്സരിച്ചത് ആ കാലത്തുള്ള ദൈവഭക്തരായ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. നിമ്രോദിനെ വധിച്ചു കളഞ്ഞു. അതോടെയാണ് ജനങ്ങൾ ആ ബാബേൽ കോട്ട പണിയുന്നതായ പരിപാടി ഉപേക്ഷിച്ച് കളഞ്ഞത്. പക്ഷേ അവിടം കൊണ്ട് പ്രശ്നം തീർന്നില്ല. നിമ്രോദിന്റെ ശരീരം പല കഷണങ്ങളാക്കി നിമ്രോദിനെ ദൈവത്തെ പോലെ കണക്കാക്കിയിരുന്ന പല ദേശങ്ങളിലേക്കും കൊടുത്തുവിട്ടു. നോക്കുക, നിങ്ങളുടെ തലവനായ നിങ്ങളുടെ നേതാവായിരുന്ന നിമ്രോദിന്റെ ശരീരം ആരെങ്കിലും അന്യദൈവങ്ങളുടെ പിന്നാലെ പോയാൽ, ആരെങ്കിലും അന്യദൈവത്തെ നമസ്കരിച്ചാൽ, യഹോവയെ വിട്ടുപോയാൽ, യഹോവയെ അനുസരിക്കാതിരുന്നാൽ അവരുടെ ഫലവും ഇതായിരിക്കും. അങ്ങനെ ശാന്തത വന്നപ്പോൾ സാത്താൻ വീണ്ടും ഉണർന്നു പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. അവന് നിമ്രോദിന്റെ ഭാര്യയായിരുന്ന സെമീറാമീസിനെ പിടികൂടി.
സെമീറാമീസ് ആ കാലത്തെ ദുർമാർഗിയായി ജീവിച്ച് ഒരു ശിശുവിനെ ജന്മം കൊടുത്തു. പലരും പഴിച്ചു, ഇവൾ വേശ്യയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ അവൾ വേശ്യ തന്നെയായിരുന്നു. എന്നാൽ അവൾ പറഞ്ഞു, ഞാൻ കന്യകയാണ്, ഞാൻ വേശ്യാവൃത്തി ചെയ്തിട്ടില്ല, ഒരിക്കലും അശുദ്ധമായി ജീവിച്ചിട്ടില്ല, എന്റെ ശരീരം പവിത്രമായി സൂക്ഷിച്ചു. എന്നാൽ എന്റെ ഭർത്താവ് മരിച്ചുപോയി. ആ മരിച്ചുപോയ ഭർത്താവ് വീണ്ടും ഇതാ എന്റെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്നു. പരപുരുഷ ബന്ധം കൂടാതെയാണ് ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ എന്റെ കന്യകത്വം സൂക്ഷിച്ചിരിക്കുകയാണ്, എന്റെ പാതിരിപത്യം സൂക്ഷിച്ചിരിക്കുകയാണ്. നിമ്രോദ് എന്നിലൂടെ ഇതാ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. എന്തു വിഡ്ഢിത്തം പറഞ്ഞാലും വിശ്വസിക്കാൻ ആളുണ്ടാകും. കേവലം നമ്മളെപ്പോലുള്ള മനുഷ്യരെ, നമ്മോടൊത്ത് ജീവിക്കുന്ന മനുഷ്യരെ ദൈവത്തെ പോലെ ആരാധിക്കുന്നു ഈ 21-ാം നൂറ്റാണ്ടിൽ. അങ്ങനെയിരിക്കെ ഏതാണ്ട് 4000-ഓളം വർഷം മുൻപ് ഇതുപോലൊരു വിഡ്ഢിത്തം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിച്ചു പോകുന്നതിൽ അത്ഭുതമില്ല. സെമീറാമീസിന്റെ വയറ്റിൽ ജനിച്ചത് മരിച്ചുപോയ നിമ്രോദാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ ആളുണ്ടായി. അനേകർ ഈ വിഡ്ഢിത്തം വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. വളരെ രഹസ്യമായിട്ടാണ് ഈ മതം പ്രചരിച്ചത്. അതുകൊണ്ട് ഇതിനെ രഹസ്യമതം, മിസ്റ്ററി റിലീജിയൻ എന്നാണ് വിളിക്കുന്നത്. പിൽക്കാലത്തെ ബാബിലോണിയൻ മിസ്റ്ററി റിലീജിയൻ എന്ന പേരിൽ അറിയപ്പെടുവാനിടയായി. ഈ റിലീജിയന്റെ ആ മതവിശ്വാസത്തിന്റെ ചുരുക്കം ഇതാണ്: നിമ്രോദ് എന്ന് പറയുന്നത് ലോകത്തെ രക്ഷിക്കുവാനായി ഉണ്ടായതായ മിശിഹായായിരുന്നു, ലോകരക്ഷകനായിരുന്നു. ആ നിമ്രോദാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ അധിപതിയായ ദൈവം. എന്നാൽ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ സ്വയം ബലിയായി തീർന്നു. അങ്ങനെ അവൻ മരിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യയുടെ ഗർഭത്തിൽ അവൻ വീണ്ടും ജനിച്ചു. അവന്റെ ഭാര്യ പ്രസവിച്ചത് ആ നിമ്രോദിനെ തന്നെയാണ്. അങ്ങനെ സെമീറാമീസിന്റെ ഭർത്താവ് എന്ന നിലയിലും സെമീറാമീസിന്റെ മകനെന്ന നിലയിലും നിമ്രോദെ ആരാധിക്കപ്പെടുവാൻ തുടങ്ങി. ദൈവത്തെ പ്രസവിച്ചവളെന്നുള്ള നിലയ്ക്ക്, ദൈവമാതാവ് എന്നുള്ള നിലയ്ക്കും സെമീറാമീസ് അറിയപ്പെടുവാനിടയായി. അങ്ങനെ ഒരു സ്ത്രീ ദൈവവും ഒരു പുരുഷ ദൈവവും ഉള്ളതായ ഒരു മതം ലോകത്തിലുണ്ടായി. ബാബേൽ ഗോപുരം പണിക്ക് തൊട്ട് പിന്നീടുള്ള കാലത്താണ് ഈ വിധത്തിലുള്ള മതം ഈ ലോകത്ത് പ്രചരിച്ചത്. എന്നാൽ ദൈവം ജനങ്ങളുടെ ഭാഷ കലക്കി കളഞ്ഞത് നിമിത്തം ഓരോ ഭാഷയിലും ഈ മതവിശ്വാസങ്ങൾ പ്രചരിച്ചിരുന്നു എങ്കിലും വിവിധങ്ങളായ പേരുകളിലാണ് ഇത് പ്രചരിച്ചത്. അങ്ങനെ ഓരോ ദേശത്തും ഈ വിശ്വാസം ഓരോ രൂപത്തിൽ പ്രചരിക്കുവാൻ തുടങ്ങി. ഈജിപ്തില് സെമീറാമീസിനെ ഐസിസ് എന്ന് വിളിച്ചിരുന്നു. അതുപോലെ ഐസിസിന്റെ ഭർത്താവായ നിമ്രോദിനെ ഓസീറീസ് എന്ന് വിളിച്ചു. അവരുടെ വിശ്വാസമനുസരിച്ച് ഓസീറീസിനെ സേത്ത് കൊന്നു പല കഷണങ്ങളാക്കി ലോകമെമ്പാടും കൊണ്ടുപോയി ഇട്ടു. ഐസിസ് കരഞ്ഞും കൊണ്ട് നടന്ന് ഈ കഷണങ്ങളെല്ലാം പറക്കി വെച്ച് അവനെ വീണ്ടും ജീവിപ്പിച്ചു എന്നാണ് ഈജിപ്തുകാരുടെ വിശ്വാസം. അതുപോലെ കനാൻ ദേശത്ത് ബാൽദേവനും അശേരയുമായിട്ട് ഇത് മാറുവാനിടയായി. ബാൽദേവൻ മരിച്ചുവെന്നും അടക്കപ്പെട്ടുവെന്നും പിൽക്കാലത്ത് അവൻ ഉയർത്തെഴുന്നേറ്റുമെന്നൊക്കെയുള്ള വിശ്വാസം കനാൻ ദേശത്തുണ്ടായിരുന്നു, പാലസ്തീൻ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൃഷിയുടെ ദേവനായി ജനങ്ങൾ അവനെ ആരാധിച്ചിരുന്നത്, മഴയുടെ ദേവനായിട്ട് അവനെ ആരാധിച്ചിരുന്നത്. ജനങ്ങൾ വിചാരിച്ചത് നല്ല കൃഷിഫലം തരുന്നത്, നല്ല മഴ തരുന്നതൊക്കെ ബാൽദേവനാണ് എന്നാണ്. അതുകൊണ്ടാണ് നല്ല മഴ കിട്ടുവാൻ വേണ്ടി, നല്ല കാർഷിക ഫലം ലഭിക്കുവാൻ വേണ്ടി അവർ ബാൽദേവനെ ആരാധിക്കുവാൻ തുടങ്ങിയത്. ഏലിയാവിന്റെ കാലത്ത് മഴ പെയ്യിക്കുന്നത് യഹോവയാണോ ബാൽദേവനാണോ എന്ന ചോദ്യമുണ്ടാകുവാൻ പോലും കാരണമായത് ഈ വിശ്വാസമാണ്. അതുപോലെ ഓരോ ദേശത്തും ഈ പുരുഷ ദൈവവും സ്ത്രീ ദൈവവും ഓരോ പേരുകളിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ദൈവം ഭൂമിയെ വിഭജിച്ചതോടുകൂടി ജനങ്ങൾ ലോകത്തിന്റെ എമ്പാടും പല ഭൂഖണ്ഡങ്ങളായി ചിതറിപ്പോകുവാനിടയായി. അവർ ചെന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ ഈ പുരുഷ ദൈവത്തെയും സ്ത്രീ ദൈവത്തെയും ആരാധിച്ചു. ആ പുരുഷ ദൈവം എന്ന് പറയുന്നത് ലോകത്തെ സൃഷ്ടിച്ചവനാണെന്നും അത് സൂര്യൻ തന്നെയാണെന്നുമുള്ള വിശ്വാസമുണ്ടായി. അതുപോലെ ചില സ്ഥലങ്ങളിൽ ചന്ദ്രനായിട്ട് ആ സ്ത്രീയെ ആരാധിച്ചു. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചന്ദ്രനായിട്ടല്ല, സൂര്യന്റെ ഭാര്യ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സൂര്യനെ പ്രസവിച്ചവളെന്നുള്ള നിലയിൽ ആരാധിക്കുവാൻ തുടങ്ങി. പെറുവിൽ സൂര്യദേവനെ അവർ ആരാധിക്കുന്നു, സൂര്യദേവന്റെ ഭാര്യയായി ഒരു ദേവിയെ ആരാധിക്കുന്നു. ജപ്പാനിൽ സൂര്യദേവനെ ആരാധിക്കുന്നു, സൂര്യദേവന്റെ ഭാര്യയായി അവിടെ ദേവിയുണ്ട്. ചൈനയില് ഇന്നെന്നും യാനെന്നും പേരുള്ളതായ പുരുഷശക്തിയും സ്ത്രൈണശക്തിയും ഉണ്ടായിരുന്നു. അവർ അതിനെ ആരാധിക്കുന്നു. നമ്മുടെ ദൂരദർശനൊക്കെ കാണിക്കുന്ന അടയാളം പോലെ ഒരു ചക്രം പോലെ അത് കൊടുത്തിരുന്നു. ഇന്നും യാനും കറുത്തും വെളുത്തുമായ രണ്ട് ചക്രങ്ങൾ പോലെ ഒരുമിച്ച് ചേർത്ത് ഒരു ചക്രമാക്കി അവർ അതിനെ ആരാധിക്കുക പതിവായിരുന്നു. ഈജിപ്തിൽ ഈ ആരാധന നിലനിന്നിരുന്നു എന്ന് നാം പറഞ്ഞല്ലോ. ഗ്രീസിൽ അതുണ്ടായിരുന്നു, റോമയിൽ ഉണ്ടായിരുന്നു, കനാൻ നാട്ടിൽ ഉണ്ടായിരുന്നു. എല്ലാ ദേശങ്ങളിലും
ആ വിധത്തിൽ ഒരു പുരുഷ ദൈവത്തെയും സ്ത്രീ ദൈവത്തെയും ആരാധിക്കുവാൻ തുടങ്ങി. ഇവരുടെ പ്രതിമകൾ വെച്ച് ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് വിഗ്രഹാരാധനയുണ്ടായത്. അതിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന് മുൻപുള്ള ഒരു സ്ഥലത്ത് നമുക്കിതുപോലെ വിഗ്രഹാരാധന കാണുവാൻ കഴിയുന്നതല്ല, അന്യദൈവാരാധന കാണുവാൻ കഴിയുന്നതല്ല. അന്യദൈവങ്ങളും വിഗ്രഹങ്ങളും ഇതുപോലുള്ള മതവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ആരംഭിച്ചത് തന്നെ വാസ്തവത്തിൽ നിമ്രോദിന്റെ കാലത്താണ്. നിമ്രോദാണ് ഈ പുരുഷ ദൈവം. നിമ്രോദിന്റെ ഭാര്യയായ സെമീറാമീസാണ് ഈ സ്ത്രീ ദൈവം. പക്ഷേ ഓരോ ദേശത്തും ഓരോ ഭാഷയിലും അവർക്ക് വിവിധങ്ങളായ പേരുണ്ടായി എന്ന് മാത്രമേയുള്ളൂ. ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയാം. ഈജിപ്തിൽ ഒസീറീസും ഐസിസുമാണ്. ബാൽ ദേവനും അശേരയുമാണ് പാലസ്തീൻ നാട്ടിൽ. ചൈനയിൽ യിന്നും യാനുമാണ്. ഇന്ത്യയിലേക്ക് വന്നപ്പോഴേക്ക് പുരുഷനും പ്രകൃതിയും അല്ലെങ്കിൽ പ്രജാപതിയും പ്രകൃതിയുമായി തീർന്നു. ഈ പ്രജാപതിയെക്കുറിച്ച് നാം തുടർന്നു വരുന്ന ഒരു ക്ലാസ്സിൽ അല്പം വിശദമായി തന്നെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. എന്നാൽ പ്രജാപതി, പ്രകൃതി എന്നീ സങ്കല്പങ്ങൾ വാസ്തവത്തിൽ നിമ്രോദും ഭാര്യയിൽ നിന്നും ഉണ്ടായതാണ്. അതുപോലെ ശിവനും ശക്തിയും, അർദ്ധനാരീശ്വരൻ എന്നുള്ള പേരിലാണ് ശിവൻ അറിയപ്പെടുന്നത് പോലും, ശിവനും ശക്തിയും ചേരുമ്പോഴാണ് യഥാർത്ഥ ദൈവമായി മാറുന്നത്. അങ്ങനെ ശിവൻ ശക്തി സങ്കല്പം ഇങ്ങനെയുണ്ടായതാണ്. അതുപോലെ ബ്രഹ്മാവും സരസ്വതിയും അതും ഈ നിമ്രോദും ഭാര്യയും തന്നെയാണ്. വിഷ്ണുവും ലക്ഷ്മിയും ഉണ്ടായത് ആ വിധത്തിലാണ്. ഈ സ്ത്രീ ദൈവത്തിന് വിവിധങ്ങളായ പേരുകൾ ഓരോ ദേശത്തും ഉണ്ടായി. അഫ്രോഡൈറ്റ് എന്നും ആർത്തമീസ് എന്നും അഥേന എന്നും ഡയാന എന്നും ദുർഗയെന്നും ഇഷ്ടാർ എന്നും ഐസീസ് എന്നും ജൂണോ എന്നും മിനറ എന്നും മേരി എന്നും സരസ്വതി എന്നും ശക്തി എന്നും വീനസ് എന്നും ഒക്കെ വിളിക്കപ്പെടുന്നത് ഈ ഒരേ ദേവി തന്നെയാണ്. ഓരോ ദേശത്തെ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ പുരുഷ ദൈവവും സ്ത്രീ ദൈവവും ഉണ്ടായി. അതാണ് ലോകമതത്തിന്റെ ഉത്ഭവം. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ ലോകമതങ്ങളും അങ്ങനെ ഉണ്ടായി എന്നല്ല. ഉദാഹരണത്തിന് യഹൂദമതം അത് ഇതിൽ നിന്നുണ്ടായതല്ല. എന്നാൽ യഹൂദമതത്തിൽ ഈ പുരുഷ ദൈവത്തിന്റെയും സ്ത്രീ ദൈവത്തിന്റെയും സ്വാധീനം പിൽക്കാലത്തുണ്ടായി. അത് നമുക്ക് പഴയ നിയമം വായിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. എന്നാൽ യഹൂദമതത്തിന്റെ ഉത്ഭവം അങ്ങനെയല്ല. അത് ദൈവകൽപ്പന പ്രകാരം ഉണ്ടായതാണ്. ദൈവം കൊടുത്ത വഴികൾ അനുസരിച്ച് നടക്കുന്നവരാണ് യഹൂദന്മാർ. അങ്ങനെ ദൈവത്തിൽ നിന്ന് ദൈവികമായി ഉത്ഭവിച്ചതാണ് യഹൂദമതം. അതുപോലെ ക്രിസ്തു മതം എന്നൊരു മതം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ക്രിസ്തു മാർഗമെന്ന് വിളിക്കാം. ആ ക്രിസ്തു മാർഗം ഇങ്ങനെ സെമീറാമീസിൽ നിന്നും ഐസിസിൽ നിന്നും ഒന്നും ഉണ്ടായതല്ല. അത് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് ലോകമതങ്ങളെല്ലാം ഉണ്ടായ കൂട്ടത്തിൽ നമുക്ക് ക്രിസ്തു മതത്തെ ചേർക്കാൻ സാധ്യമല്ല. ഹിന്ദുമതത്തിൽ ഈ പുരുഷ ദൈവത്തിന്റെയും സ്ത്രീ ദൈവത്തിന്റെയും സ്വാധീനം വളരെ വലുതാണ്. അതേപ്പറ്റി തുടർന്നുള്ള ക്ലാസുകളിൽ നാം പഠിക്കുന്നത് കൊണ്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇസ്ലാം മതത്തിലും ചെറിയ സ്വാധീനമുണ്ട്. അതേപ്പറ്റി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഈ സ്വാധീനമുണ്ട്. യഥാർത്ഥത്തിൽ ബുദ്ധമതത്തിലോ ജൈനമതത്തിലോ ആദിമകാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്തെ മറ്റേ മതങ്ങളുമായിട്ടുള്ള ചില സമ്പർക്കം മൂലം ആ മതങ്ങളിൽ ഇത് കടന്നു വന്നിട്ടുണ്ട്. പാർസി മതത്തിൽ ഈ പുരുഷ സങ്കല്പവും സ്ത്രൈണ സങ്കല്പവും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. പാർസി മതത്തെക്കുറിച്ച് ചുരുക്കമായി വരുന്നൊരു ക്ലാസ്സിൽ നാം പഠിക്കുന്നത് കൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ പ്രാചീന മതങ്ങൾ, പുരാതന മതങ്ങൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന എല്ലാ മതങ്ങളിലും, അതായത് അസീറിയൻ മതം, ബാബിലോണിയൻ മതം, ഈജിപ്ഷ്യൻ മതം, പുരാതന ഇന്ത്യൻ മതങ്ങൾ, ദ്രാവിഡരുടെ മതങ്ങൾ, തെക്കേ അമേരിക്കയിലെ മതം, ജപ്പാനിലെ മതം, ചൈനയിലെ മതം, അങ്ങനെ പ്രാചീനമെന്ന് വിളിക്കാവുന്ന ഒരു 2500 3000 ഒക്കെ വർഷം പഴക്കമുള്ള എല്ലാ മതങ്ങളും പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ പുരുഷ ദൈവത്തിന്റെയും സ്ത്രീ ദൈവത്തിന്റെയും സ്വാധീനം കണ്ടെത്തുവാൻ കഴിയും. അതായത് നിമ്രോദിന്റെയും സെമീറാമിസിന്റെയും സ്വാധീനം കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ടാണ് പ്രാചീന മതങ്ങളിലെല്ലാം അവരുടെ ദൈവം മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നതായ കഥകളുണ്ട്. ഋഗ്വേദം 10-ാം മണ്ഡലം 90-ാം സൂക്തത്തിൽ പ്രജാപതിയെ കൊല്ലപ്പെട്ടു എന്നും പ്രജാപതിയുടെ ശരീരം പല കഷണങ്ങളായി നുറുക്കപ്പെട്ടു എന്നും നമുക്ക് വായിക്കുവാൻ കഴിയും. പ്രജാപതിയെക്കുറിച്ചുള്ള ക്ലാസ്സിൽ അത് ഞാൻ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ഈ വിധത്തിൽ ഒരു പുരുഷ ദൈവം കൊല്ലപ്പെടുകയും ശരീരം പല കഷണങ്ങളായി നുറുക്കപ്പെടുകയും ചെയ്തതായി കാണാം. അദ്ദേഹത്തിന്റെ ഭാര്യയിലൂടെ ആ വ്യക്തി വീണ്ടും ജീവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതേ വാസ്തവത്തിൽ നിമ്രോദ് കൊല്ലപ്പെട്ടതും പിൽക്കാലത്ത് നിമ്രോദിന്റെ ഭാര്യയായ സെമീറാമീസ് അവിഹിത ഗർഭം ധരിച്ചതും ആ ശിശുവിനെ പ്രസവിച്ചതുമായ ബന്ധപ്പെട്ട കഥകളാണ്. വാസ്തവത്തിൽ ക്രിസ്തുമതത്തിൽ മേരി അല്ലെങ്കിൽ മറിയ എന്ന പേരിൽ ഒരു ദൈവത്തെ പോലെ ഇന്ന് ആരാധിക്കപ്പെടുന്നതായ സെന്റ് മേരി, പരിശുദ്ധ മറിയമെന്നൊക്കെ ചിലർ പറയുന്ന ആ മേരി, അത് ഈ സെമീറാമീസിന്റെ മറ്റൊരു പതിപ്പാണ്. ദൈവവചനത്തിൽ കാണുന്ന
യേശുവിന്റെ അമ്മയായ മറിയ അല്ല അത്. അതേപ്പറ്റി മുൻ സീഡികളിൽ നാം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ സെമീറാമിസിന്റെയും ബാലിന്റെയും സ്വാധീനം ലോക മതങ്ങളിൽ എല്ലാമുണ്ട്. മതങ്ങൾ എങ്ങനെയുണ്ടായി എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വിഷയം ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ലോകമതങ്ങൾ ഉണ്ടായത്? ഭയത്തിന്റെ സ്വാധീനം മതങ്ങളിലുണ്ട്. പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന രീതി പ്രാചീന മതങ്ങളിൽ ഉണ്ടായിരുന്നു. പൈതൃകാരാധനയ്ക്കും മതത്തിന് സ്വാധീനമുണ്ട്. ചൂഷണത്തിനായി പലരും മതത്തെ ഉപയോഗിക്കാറുണ്ട്. മതത്തിൽ ഹീറോ വർഷിപ്പുണ്ട്. എന്നാൽ പ്രാചീന മതങ്ങളുടെ ശരിയായ ഉത്ഭവം ആ രീതിയിലല്ല. അത് നാം കണ്ടു കഴിഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്ന ബാബേൽ ഗോപുരത്തിന്റെ പണി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നിമ്രോദും ഭാര്യയും ആയി ബന്ധപ്പെട്ടുള്ള കഥകളിൽ നിന്നാണ് പ്രാചീന മതങ്ങൾ പ്രധാനമായും ഉത്ഭവിച്ചത്. അവിടെ കാണുന്ന പുരുഷദൈവവും സ്ത്രീദൈവവും ഈ നിമ്രോദും സെമീറാമീസുമാണ്. അതിന്റെ സ്വാധീനത്തിൽ നിന്നാണ് മറ്റ് പ്രധാന ലോകമതങ്ങൾ ഉണ്ടായത്. നിമ്രോദിന്റെയും ഈ സെമീറാമിസിന്റെയും സ്വാധീനം ഹിന്ദുമതത്തിലും അതുപോലെ പ്രാചീന മതങ്ങളിലുമുണ്ട്. എന്നാൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതായിരുന്നു യഹൂദമതം. അവർ ദൈവത്തെ അനുസരിക്കാതായപ്പോൾ ദൈവം അവരെ തള്ളിക്കളയുകയും ക്രിസ്തു മാർഗം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് രക്ഷപ്പെടുവാൻ ഏക മാർഗമേയുള്ളൂ, അത് ക്രിസ്തുവിന്റെ മാർഗമാണ്. ലോകത്തിലെ മറ്റൊരു മതത്തിനും മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്നതല്ല. എങ്കിലും തുടർന്നുള്ള ക്ലാസുകളിൽ ആ വിഷയത്തെക്കുറിച്ച് വിശദമായി നാം പഠിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ലോകമതങ്ങൾ എങ്ങനെയുണ്ടായി എന്നത് ചുരുക്കമായി നാം കണ്ടുകഴിഞ്ഞു. ഇനി ലോകമതങ്ങളിൽ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ഹിന്ദുയിസം, ഇസ്ലാം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, പാർസി മതം എന്നിവയെക്കുറിച്ചാണ് ചുരുക്കമായി തുടർന്നുള്ള ക്ലാസുകളിൽ നാം പഠിക്കുന്നത്. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവർ തന്റെ ജനം താൻ അവരോടു കൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. അവർ തന്റെ ജനം താൻ അവരോടു കൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഹേ വരുമല്ലോ. വരവേറ്റം സമീപമായൊരുങ്ങുക സഹചരെ, സ്വർഗീയ മണാളന് എതിരേൽപ്പാ. വരവേറ്റം സമീപമായൊരുങ്ങുക സഹചരെ, സ്വർഗീയ മണാളന് എതിരേൽപ്പാ.